യുഎഇയിൽ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് സേവനത്തിനുള്ള സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ പാസ്പോർട്ട് പുതുക്കൽ സംബന്ധിച്ച ദുരിതത്തിന് താൽക്കാലിക പരിഹാരമായി ദുബായിലെ മൻകൂളിലെ UW മാളിലാണ് ദുബായിലെ ഈ സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎഇയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പാസ്പോർട്ട് സർവീസ് സെന്ററിനാണ് ദുബായിൽ തുടക്കമായത്. ഇന്ത്യയിലെ കോടതി നടപടികൾക്ക് ശേഷം അൽഹിന്ദ് ഏജൻസി മുഖേനയാണ് പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ദുബായ് ബർദുബായ് മൻകൂളിലെ UW മാളിൽ തുടങ്ങിയത്. 12,000 ചതുരശ്ര അടിയിൽ ഒരേ സമയം 75 പേർക്ക് അപേക്ഷകൾ നൽകാനാകും. തങ്ങളുടെ 16 സെന്ററുകളിലും ഒരേ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അൽഹിന്ദ് അധികൃതർ പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ മുഴുവൻ സർവീസുകളും തീർത്ത് അപേക്ഷകന് മടങ്ങാനാകും. 19 ദിർഹമാണ് സർവീസ് ചാർജ് എന്നും അൽഹിന്ദ് ചെയർമാൻ ടി മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ഇതിപ്പോൾ ലോകത്തിലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ്. 75ഓളം ആളുകൾക്ക് അറ്റ് ടൈമിൽ വർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 12,000 സ്ക്വയർ ഫീറ്റിൽ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഏതാണ്ട് 30 മിനിറ്റിനുള്ളിൽ സർവീസ് കഴിഞ്ഞ് പുറത്തിറക്കാവുന്ന ഒരു സംവിധാനമാണ്. മൊത്തം 19 ദിർഹംസ് മാത്രമേ ഇതിന് സർവീസ് ചാർജ് ഉള്ളൂ. ഫോട്ടോയും ഫോട്ടോ കോപ്പിയും പിന്നെ കുരിയറൊക്കെ ഉൾപ്പെടെ. അതേസമയം ഇന്ത്യൻ സമൂഹത്തിന് കൂടുതൽ സൗകര്യപ്രദമായ സേവനങ്ങൾ നൽകാൻ UW മാൾ മികച്ച അനുഭവം ആകുമെന്ന് മാൾ മാനേജർ പ്രവീൺ നായർ പറഞ്ഞു. വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഫുഡ് കോർട്ട്, പ്രാർത്ഥനാ മുറികൾ എന്നിവയും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എക്സ്പാറ്റ്സ് ഉള്ളത് UAE-യിലാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു സെൻറ്റർ ഇതാണ്. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു സെൻറ്റർ ഇതാണ്. മാളിനകത്ത് നമുക്ക് 250 പാർക്കിംഗ് ഉണ്ട്. നമുക്ക് റെസ്റ്റ് റൂംസ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ വളരെയധികം കണക്റ്റഡ് ആണ്. മെട്രോ നമുക്ക് ഒരു 3ഓളം മെട്രോ സ്റ്റേഷൻസ് വളരെ നിയർ ബൈ ആണ്, വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. വിസിറ്റേഴ്സിന് എക്സ്പീരിയൻസ് പ്ലസൻ്റ് ആയിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷനും മാൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നുള്ളതും കൂടി ഞാൻ ഉറപ്പുവരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ പാസ്പോർട്ട് സേവനം ഉറപ്പാക്കുമെന്ന ദൗത്യമാണ് പുതിയ ഏജൻസി ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി അന്തിമ കോടതി വിധി വരാൻ 3 മാസം കൂടി കാത്തിരിക്കണം. അതുവരെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് സേവനങ്ങൾക്ക് തൽക്കാലം തടസ്സങ്ങൾ ഉണ്ടാകില്ല. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.